സോ ഫൈനലി നമ്മുടെ കോളിവുഡും മക്കൾ സിനിമയും വിജയ് സേതുപതി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡയറക്ടർ നിതിലൻ സ്വാമിനാഥൻ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടന് എത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ പുള്ളി 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷം എടുക്കുന്ന ഒരു മൂവിയാണ് കുരങ്കുബൊമ്മ എന്ന ഒരു ഗംഭീര സിനിമയ്ക്ക് ശേഷം. അതിൽ നിന്ന് ഈ മഹാരാജ എന്ന ഫിലിമിലോട്ട് വരുമ്പോൾ ടെക്നിക്കൽ സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം പുള്ളിക്ക് അതിനുള്ള ഒരു എന്താ പറയുക, ഒരു ബേസ് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിൽ. ബിക്കോസ് അത്രയ്ക്ക് ഗംഭീരമായ റൈറ്റിംഗ് ആണ് ഈ സിനിമയിൽ ഉള്ളത്. അടുത്ത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പുള്ളിയുടെ റൈറ്റിംഗ്. ആ സ്ക്രീൻ പ്ലേ ആണ് സിനിമയിലെ താരം. അങ്ങനെ വിജയ് സേതുപതിയുടെ 50ാമത്തെ ചിത്രമായി ഇറങ്ങിയ മഹാരാജ എന്ന സിനിമ. വിജയ് സേതുപതിയുടെ കഥാപാത്രം ഒരു ബാർബറാണ്. പുള്ളി മകളുമായിട്ട് ജീവിക്കുന്ന ഒരു അച്ഛനാണ്. മകളൊരു സ്പോർട്സ് ക്യാമ്പിന് പോകുമ്പോൾ അന്നൊരു നൈറ്റ് പുള്ളിയെ ആക്രമിച്ച് പുള്ളിയുടെ വീട്ടിലൊരു മോഷണം നടക്കുകയാണ്. അതിനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യാൻ പോകുന്നതും പിന്നീട് നടക്കുന്ന കാര്യങ്ങളുമാണ് സിനിമ സംസാരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് കിടക്കുന്നില്ല, കാരണം അത് സിനിമയുടെ ഒരു കോറിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാണുമ്പോൾ ഒരു സുഖം തോന്നില്ല. സോ ഇതാണ് സിനിമയുടെ കഥയിലെ തുടക്കം എന്ന് പറയുന്നത്. സിനിമയിൽ എടുത്തു പറയേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിതിലൻ സ്വാമിനാഥൻ എന്ന പുള്ളിയുടെ ഒരു ഗംഭീര റൈറ്റിംഗ് ആണ്. ആ സ്ക്രീൻ പ്ലേ വെരി ഷാർപ്പ് റൈറ്റിംഗ് ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ ഒരു തരത്തിലും ഡൗൺ ആക്കാതെ അപ്പായി തന്നെ കൊണ്ടുപോകുന്ന ഒരു റൈറ്റിംഗ് സ്റ്റൈലും അതിൻ്റെ ഒരു ഗംഭീര മേക്കിംഗ് ആണ്. ഒരു നോൺ ലീനിയർ മേക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത്. അത് നമ്മൾ ആക്ച്വലി നമ്മൾ നിറയെ സിനിമകൾ കണ്ടിട്ടാവണം. എനിക്ക് ആൾറെഡി ഞാൻ കണ്ടു കഴിയുമ്പോൾ എനിക്കൊരു ഗട്ട് ഫീലിംഗ് തുടങ്ങി ഇതൊരു നോൺ ലീനിയർ ആയിരിക്കും. ബട്ട് ആ ഒരു മേക്കിംഗ് ആണ് സിനിമയെ ഒരു വേറെ തലത്തിലോട്ട് എത്തിച്ചതെന്ന് ഞാൻ പറയും. കാരണം അത്രയ്ക്കൊരു ഗംഭീരമായിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയിലൂടെ ആ ഒരു മേക്കിംഗ് നമ്മളെ പിടിച്ചിരുത്തുന്ന, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഒരു സീൻ പോലും ഡൗൺ ആകാതെ കൊണ്ടുപോകുന്നത്. ആൻഡ് അതിന് പ്രധാന പങ്ക് വഹിച്ച് നമ്മുടെ അജനീഷ് ലോക്നാഥാണ്. പുള്ളിയുടെ ഒരു മ്യൂസിക്, കാന്താര പോലുള്ള ഒരു മൂവിയിലൊക്കെ മ്യൂസിക് ചെയ്ത പുള്ളിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആ മ്യൂസിക് പെർഫെക്റ്റ്ലി ബ്ലെൻഡഡ് വിത്ത് ദ സീൻസ് എന്ന് പറയും. കാരണം ഓരോ സീൻ ബൈ സീനും പെർഫെക്റ്റ് ആയിട്ട് മിങ്കിൾ ചെയ്ത് ആ സീനിനെ വേറൊരു ലെവലിലോട്ട് എത്തിക്കാൻ മ്യൂസിക്കിന് സാധിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ കാര്യത്തിലും വളരെയധികം സൂപ്പർബായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ഫിലോമിൻ രാജ് ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയിലെ ചില ഫ്രെയിംസ് ആൻഡ് ഷോട്ടുകൾ ഭാവിയിൽ OTT റിലീസിന് ശേഷം ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറഞ്ഞ് കുറേ അധികം വരാനുള്ള സാധ്യതയുള്ള ഒരു മൂവിയാണ്. പക്ഷെ നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിനിമ മുന്നോട്ട് പോകും. അതാണ് ഞാൻ പറഞ്ഞ ആ സ്ക്രീൻ പ്ലേൻ്റെ ഗുണമാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മേ ബി അതൊക്കെ കിട്ടുന്നതായിരിക്കാം, പക്ഷെ നമുക്ക് ആലോചിക്കാനുള്ളതില്ല. അപ്പോഴേക്കും അടുത്ത സീനിലോട്ട് എത്തി. സോ നമ്മൾ സിനിമയ്ക്കൊപ്പം പോകും, നമ്മൾ അവിടെ നിൽക്കില്ല ആ മനസ്സ്. സോ നമ്മളെ സിനിമയ്ക്കൊപ്പം സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ് സിനിമയിലുള്ളത്. ആദ്യ അവസാനം ഞാൻ പറഞ്ഞ പോലെ വളരെയധികം ഇങ്ങനെ ഒരു ആങ്ഷ്യസ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു മൂവിയാണ് മഹാരാജ എന്ന് പറയുന്ന സിനിമ. ആൻഡ് ഫൈനലി ദ കാസ്റ്റിംഗ് വാസ് സൂപ്പർബ്. ജസ്റ്റ് വിജയ് സേതുപതി, പുള്ളിനെ പെർഫോമൻസിനെ കുറിച്ച് യാതൊന്നും പറയേണ്ട കാര്യം തന്നെയില്ല. പുള്ളി അതിഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അനുരാഗ് കശ്യപ്, സിംഗം പുലി, ബോയ്സ് ഫെയിം നമ്മുടെ മണികണ്ഠൻ, പുള്ളി അതിൽ ബോയ്സിന് ശേഷം 1-2 സിനിമകൾ ചെയ്തെങ്കിലും ഒരു വലിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം ഒരു അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അഭിരാമി, ആക്ട്രസ് മമത മോഹൻദാസ്, നടരാജൻ, അങ്ങനെ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ. നമ്മുടെ വിജയ് സേതുവിൻ്റെ മകളുടെ വേഷത്തിലെത്തിയ സാചന എന്ന് പറഞ്ഞ കുട്ടി, അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്, ഈച്ച് ആൻഡ് എവറി വൺ. ഓരോ ക്യാരക്ടറിനും പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്, പെർഫെക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് ഉണ്ട്. ചുമ്മാ വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. എവരി ക്യാരക്ടർ ഹാസ് എ സ്പേസ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് മഹാരാജ. അതിൻ്റെ ഒരു കറക്റ്റ് പെർഫോമൻസ്, എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു കോഡ് ഇട്ടതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് കടക്കാത്ത പോലത്തെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ടെക്നിക്കൽ വശങ്ങളെടുത്താലും പെർഫോമൻസ് എടുത്താലും എല്ലാം ഒരേ ഒരു ലൈൻ കോഡിന് അപ്പുറത്തോ ഇപ്പുറത്തോ പോകാതെ പെർഫെക്റ്റായി പോകുന്നൊരു സിനിമയാണ്. ഞാൻ പറഞ്ഞ ഈ വർഷം എനിക്ക് തമിഴ് സിനിമയിലെ തിയേറ്റർ എക്സ്പീരിയൻസ്, ഗംഭീര എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമ കൂടിയാണ് മഹാരാജ. ഇതിന് മുമ്പ് ഒരു സിനിമ ഉണ്ടെന്ന് എനിക്ക് ആലോചിച്ചിട്ട് കിട്ടുന്നില്ല. അത്രയ്ക്ക് ഒരു ഗംഭീര സിനിമയാണ് മഹാരാജ. ഇനിയുള്ള സിനിമകൾ അങ്ങനെ ആയിരിക്കട്ടെ എന്നാണ് ആലോചിക്കുന്നത്. കാരണം നിങ്ങളിത് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണ് മഹാരാജ എന്ന് പറയുന്ന സിനിമ. അതിലെ
ക്ലൈമാക്സ് പോർഷനോട് അടുക്കുമ്പോൾ ഒരു ഹാഫ് ആൻ അവർ ഉണ്ട്, അതിഗംഭീരമാണ്. നമ്മളൊരു ഇങ്ങനെ ഇരുന്ന് കണ്ടതിന് ശേഷം നമുക്കൊരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ, അങ്ങനെയായിരുന്നു ഒരു സീന്. അതിൻ്റെ പോലീസ് സ്റ്റേഷൻ, അതായത് തെളിവെടുപ്പ് നടക്കുന്ന ഒരു സീനുണ്ട്, കള്ളനെ വിളിച്ചിട്ട് തെളിവെടുപ്പ് നടക്കുന്ന സീനുണ്ട്. സോ അത് വിജയ് സേതുവിൻ്റെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്തൊരു ഷോട്ട്, അതിൻ്റെ എക്സ്ട്രീം ലെവൽ. കാരണം അതിനോട്ട് ഡീപ്പായിട്ട് എനിക്ക് പറഞ്ഞു പോകാനും സാധിക്കില്ല, കാരണം ഈ കഥയെ മൊത്തം സ്വാധീനിക്കുന്ന ഒരു ഷോട്ടാണ്. എങ്കിലും അത് പറഞ്ഞേ പറ്റൂ, കാരണം അതിൽ ആ സീനിൻ്റെ എക്സ്ട്രീം ലെവൽ എത്താൻ കാരണം ഒന്ന് റൈറ്റിംഗ് ആണെങ്കിൽ, നട്രാജൻ എന്ന പുള്ളി നമുക്കറിയാം, കർണം പോലുള്ള സിനിമയിൽ ഗംഭീര വേഷം ചെയ്ത പുള്ളിയാണ്. നമുക്കറിയാം, നട്ടി നട്രാജൻ. പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് ഡയലോഗ് ഡെലിവറി ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ കിട്ടിയൊരു ക്ലാപ്സും, നമ്മളെ സീറ്റിൽ നിന്ന് എണീറ്റ് നിന്ന് കൈയടിക്കുക, നിലവിളിക്കുക, എൻ്റെ തൊണ്ടയൊക്കെ ഒരുമാതിരിയായി. അവസാനം ഗംഭീരമാണ്. ക്ലൈമാക്സ് ഒരു ഡിസ്റ്റർബിങ് ആണ്, കുറച്ച് ഡിസ്റ്റർബിങ് മാത്രമല്ല, നമ്മളങ്ങനെ ആകരുതേ എന്ന് ആലോചിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടാവും, അതന്നെ. സോ അതിലോട്ട് എനിക്ക് കടക്കാൻ കഴിയില്ല. സോ നിങ്ങൾ കാണുന്നവർക്ക് അത് ആ ഒരു ഫീല് നഷ്ടപ്പെടാൻ പാടില്ല. സോ ത്രൂ ഔട്ട് മസ്റ്റ് വാച്ച് മൂവിയാണ് മഹാരാജ. നിങ്ങൾ തീർച്ചയായും കാണണം. ഒരു ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും നഷ്ടബോധം സംഭവിക്കില്ല ഈ സിനിമ കണ്ടതിന് ശേഷം. ഞാൻ പറഞ്ഞ അഭിപ്രായം കണ്ടിട്ട് അയ്യ ഇവൻ പറഞ്ഞതുപോലെയൊന്നും അല്ലല്ലോ ഒന്നും ഒരിക്കലും തോന്നില്ല. നിങ്ങളിത് മിസ് ചെയ്താൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ്, തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പായി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് മൂവി. ഒരുപക്ഷെ ഒരു ഫൈനൽ വേർഡായി പറയുകയാണെങ്കിൽ ഇതൊരു നിതിലൻ സ്വാമിനാഥൻ എന്ന ഡയറക്ടറിൻ്റെ ഒരു ടച്ച്, സ്ക്രീൻ പ്ലേ ഒരു മികവ്, അല്ലെങ്കിൽ നോൺ ലീനിയർ കഥാപറച്ചിൽ രീതിയോ മാറ്റിവെച്ച് ഒരു പ്രോപ്പർ ചാനൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സാധാരണ കണ്ടുവരുന്ന രീതിയിൽ എടുത്തതാണെങ്കിൽ ഒരുപക്ഷെ ഇതൊരു സാധാ ഒരു കമേഴ്ഷ്യൽ മൂവി ആയിട്ട് തന്നെ അവസാനിച്ച് പോയേനെ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ദ റൈറ്റിംഗ്, നിതിലൻ സ്വാമിനാഥൻ്റെ റൈറ്റിംഗ്, ഹാറ്റ്സ് ഓഫ്. ഒന്നും പറയാനില്ല, പുള്ളി തന്നെയാണ്. ഇതാണ് പിന്നെ വിജയ് സേതുപതിയുടെ ക്യാരക്ടറായാലും ടോട്ടലി ദ മൂവി ഞാൻ പറയില്ലേ, മിസ് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. തമിഴിൽ നിന്നും ഇപ്പം മലയാളത്തിൽ നിന്നും നല്ല നല്ല സിനിമകൾ വന്നു. എനിക്ക് തോന്നുന്നു ഇനിയൊരു ബ്രേക്ക് ആയിരിക്കും മിക്കവാറും. അടുത്തൊന്നും നല്ല റിലീസ് കാണുന്നില്ല. തമിഴിൽ ഇപ്പോൾ ഒരു കംബാക്ക് അല്ലെങ്കിൽ വന്നിരിക്കുകയാണെന്ന്, ഇതിന് തുടർച്ച എന്ന പോലെ നല്ല നല്ല സിനിമകൾ വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഈ സിനിമയെക്കുറിച്ച് എല്ലാം പറഞ്ഞു എന്ന് തന്നെ വിശ്വാസക്കാരെ ഭയങ്കര ആൻഷ്യസ് ആണ്. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കുറേ പറയാനുണ്ടായിരുന്നു. സോ മഹാരാജ ഈസ് മസ്റ്റ് വാച്ച് മൂവി. നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യാൻ പാടില്ല ഒരു മൂവിയാണ്. സോ ഗോ ആൻഡ് വാച്ച് തിയേറ്റേഴ്സ്. ബൈ.